റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞത്ത് അദാനി പോർട്സ് കുന്നുകൾ ഇടിച്ചു നിരത്തിയ സ്ഥലത്ത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് വീണ്ടും പരിശോധന നടത്തി. അദാനി പോർട്സിനോട് ഇന്ന് രേഖകൾ ഹാജരാക്കണമെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി. അനധികൃത കയ്യേറ്റത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കയ്യേറ്റം നടന്ന പ്രദേശങ്ങൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി രത്തൻ ഖേൽക്കർ സന്ദർശിച്ചു. ലത്തീൻ സഭാ നേതൃത്വവുമായും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരുമായും ഖേൽക്കർ കൂടിക്കാഴ്ചയും നടത്തി. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും വാർത്തയുമാണ്. ഇപ്പോൾ അദാനി പോർട്സ് രേഖകൾ ഇന്ന് ഹാജരാക്കേണ്ട ദിവസമാണ്. സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തുകയാണോ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്? അരുൺ, ഈ വിഷയത്തിൽ 2 തവണയായി ഇപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം വലിയ രീതിയിലേക്ക് ഈ കുന്നിടിച്ചിൽ പൂർണ്ണമായിട്ടും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കുറെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഇടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നേരത്തെ തന്നെ വിഴിഞ്ഞം കേന്ദ്രമാക്കിയിട്ട് ലത്തീൻ അതിരൂപതയുടെ അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരടക്കമുള്ളവർ ഈ സ്ഥലത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ഒരു ജനാവകാശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതി നൽകിയെങ്കിൽ തന്നെയും ഉടനടി ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ജിയോളജി വകുപ്പ് നേരിട്ടെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെ തന്നെ ഈ അദാനി പോർട്സിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഒരു അനുമതി മാത്രമാണ് ഈ മണ്ണിടിച്ചിലിനുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഒരു അനുമതിയും നിലവിൽ നൽകിയിട്ടില്ല. അനുമതിയുമായി ബന്ധപ്പെട്ട് ഈ അദാനി പോർട്സ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുമില്ല. നിലവിൽ ആഴിമല വരെ ഭാഗമുള്ള തീരദേശമാണ് കയ്യേറിക്കൊണ്ട് നിലവിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. നേരത്തെ തന്നെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ തീരദേശത്തേക്ക് വരില്ല, പകരം കടൽ നികത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക എന്നുള്ളതായിരുന്നു നിലവിൽ നൽകിയിരുന്നത്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അടിമലത്തുറ തീരപ്രദേശം അടക്കം കയ്യേറിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ചാണ് ഈ പോർട്ടിന്റെ തന്നെ വകുപ്പ് സെക്രട്ടറിയുമായിട്ടുള്ള രത്തൻ ഖേൽക്കർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സമിതിയുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ലത്തീൻ അതിരൂപതയുടെ ഫിഷറീസ് മിനിസ്ട്രി ചെയർമാൻ കൂടിയായിട്ടുള്ള ഫാദർ ലൂസിയാൻ, അതുപോലെ തന്നെ ഈ അടിമലത്തുറ ഇടവക വികാരിയും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ അടക്കമുള്ളവരോടാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ വിസിലിന്റെ ഡയറക്ടർ ജെറോമിക് ജോർജും സിഇഒ ആയിട്ടുള്ള ശ്രീകുമാർ നായർ അടക്കമുള്ളവർ എന്തായാലും പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ അടിമലത്തുറ ഭാഗത്തുള്ള ആഴിമല അടക്കമുള്ള ബലിക്കടവ് അടക്കമാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബലിക്കടവ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു. കാരണം എല്ലാ വർഷവും ബലിയിടാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കയ്യേറിയ ഒരു ഘട്ടത്തിൽ ബലിക്കടവിന് വേണ്ടിയിട്ട് ഒരു പൗരസമിതിയും ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ രത്തൻ ഖേൽക്കർ കേട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. അതേസമയം തന്നെ അദാനി പോർട്സിനോടും ഈ രേഖകൾ ഹാജരാക്കാനായിട്ട് നിലവിൽ ജിയോളജി വകുപ്പും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് കുന്നുകൾ ഇടിച്ച സംഭവത്തിൽ ഇപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വീണ്ടും പരിശോധന നടത്തുകയാണ്.